ഗം ഗണപതേ നമ അവിഘ്നമസ്തു. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം നമ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹായ്, എല്ലാവർക്കും സുഖമാണോ? നമ്മളിൽ പലരും നിർജ്ജല ഏകാദശി വ്രതം ഈ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ജലം പോലും ഉപേക്ഷിച്ച് എടുത്തിട്ടുണ്ടാവാം. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് അല്ലേ നമുക്ക് പറ്റുന്ന ആൾക്ക്. അപ്പോൾ നമ്മൾ മനുഷ്യർ അപൂർണരാണ്, നമ്മളാരും പൂർണ്ണരല്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും സമർപ്പണ മനോഭാവത്തോടെ നമ്മളാൽ കഴിയുന്ന വിധം അനുഷ്ഠിച്ച ഈ ഏകാദശി വ്രതത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഈ വ്രതം അനുഷ്ഠിച്ചതിൻ്റെ ആ ഒരു പുണ്യം കൂടെ നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചിട്ട് വേണം നമ്മൾ പാരണ വീട്ടാൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആ ക്ഷമാപണ മന്ത്രത്തിൻ്റെ അർത്ഥവും ക്ഷമാപണ മന്ത്രവും അതുകൂടാതെ പാരണാമന്ത്രവും, പാരണ വീട്ടാൻ നേരത്ത് നമ്മൾ പാരണാമന്ത്രം ചൊല്ലി വേണം പാരണ വീട്ടാൻ. പാരണാമന്ത്രവും എന്ത് മനോഭാവത്തോടെ നമ്മളുടെ മനസ്സിൽ ഭഗവാനോട് എങ്ങനെ സങ്കല്പിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. അജ്ഞാനാത് യതി വാ ജ്ഞാനാത് വ്രതം മേ പരിപാലിതം ന്യൂനം സമ്പൂർണതാം യാതു പ്രസാദാത്തേ ജനാർദ്ദന. അതായത് അജ്ഞാനാത് എന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ടോ, യതി അല്ലെങ്കിൽ വാ അഥവാ ജ്ഞാനാത് അതായത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വ്രതം മേ എൻ്റെ വ്രതം പരിപാലിതം അതായത് ഞാൻ അനുഷ്ഠിച്ച ഈ വ്രതം എന്നുള്ള അർത്ഥം. ഞാൻ അനുഷ്ഠിച്ച ഈ വ്രതം ന്യൂനം എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ, എന്തെങ്കിലും അപൂർണത, കുറവ്, പോരായ്മ, ന്യൂനത ഉണ്ടെങ്കിൽ സമ്പൂർണതാം യാതു പ്രസാദാത് തേ ജനാർദ്ദന. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങയുടെ പ്രസാദം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹത്താൽ തേ ജനാർദ്ദന. ഇവിടെ ജനാർദ്ദന എന്ന് വിളിക്കുന്ന ജനങ്ങളുടെ ദുഃഖം നീക്കുന്നവൻ അല്ലേ. നമ്മൾ ഭഗവാനെ ജനാർദ്ദന എന്ന് വിളിക്കുമ്പോൾ ജനങ്ങളുടെ ദുഃഖം നീക്കുന്നവനേ എന്നാണ് അർത്ഥം. ഞാൻ അനുഷ്ഠിച്ച ഈ വ്രതത്തിന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ജനാർദ്ദന, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ കാരുണ്യത്താൽ, അങ്ങയുടെ പ്രസാദത്താൽ ഇത് പൂർണ്ണമാക്കി തീർക്കണമേ, എൻ്റെ വ്രതം സമ്പൂർണ്ണമാക്കി തീർക്കണമേ എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഒന്നുകൂടെ ചൊല്ലാം. അജ്ഞാനാത് യതി വാ ജ്ഞാനാത് വ്രതം മേ പരിപാലിതം ന്യൂനം സമ്പൂർണതാം യാതു പ്രസാദാത്തേ ജനാർദ്ദന. ഇത് കഴിഞ്ഞിട്ട് ഓം നമോ നാരായണ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞ് നമ്മൾ പാരണൊക്കെ വീട്ടി ഭഗവാനെ നമ്മളുടെ മനസ്സും ശരീരവും ചിന്തകളും പ്രവൃത്തിയും വാക്കും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് എൻ്റേതെന്ന് ഞാൻ കരുതുന്നതൊക്കെയും അങ്ങയുടേതാണല്ലോ ഭഗവാനെ എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ സർവം കൃഷ്ണാർപ്പിതമസ്തു എന്ന് പറഞ്ഞ് ഭഗവാന് ഈ വ്രതത്തിൻ്റെ എല്ലാ ഫലവും ഭഗവാന്റെ തൃപ്പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഭോക്ഷ്യോഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവ അച്യുത. പുണ്ടരീകാക്ഷം എന്ന് പറഞ്ഞാൽ താമരപ്പൂവിൻ്റെ, പുണ്ടരീകം എന്ന് പറഞ്ഞാൽ താമരയാണ്, അക്ഷം കണ്ണ്. അപ്പം താമരയുടെ മനോഹരമായും വെളുത്ത താമരയാണ് പുണ്ടരീകം, പ്രത്യേകിച്ചും വെള്ള താമര. ആ താമരയുടെ നൈർമല്യവും പരിശുദ്ധിയും മനോഹാരിതയും അതെല്ലാം ഉൾക്കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ ആ കണ്ണുകളെ അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് പുണ്ടരീകാക്ഷം എന്ന് പറയുന്നത്. ഞാൻ വ്രതം അവസാനിപ്പിച്ച് ആഹാരം കഴിക്കുകയാണെങ്കിലും എൻ്റെ ആത്മീയ ആശ്രയം അങ്ങ് തന്നെയാണ് ഹേ പുണ്ടരീകാക്ഷ എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ പാരണ മന്ത്രം. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ഫോക്ഷ്യോ എന്ന് പറഞ്ഞാൽ ഫുജ് എന്നുള്ളതിൻ്റെ സംസ്കൃതത്തിലെ ഭാവി കാലാണ് ഫോക്ഷേ, ഭക്ഷണം, ഞാൻ ഭക്ഷിക്കും എന്നതിൻ്റെയാണ് ഭോക്ഷ്യോഹം. പുണ്ടരീകാക്ഷ ശരണം മേ, എനിക്ക് ശരണം അങ്ങാണ്. അച്യുത, മഹാവിഷ്ണുവിൻ്റെ മഹത്തായൊരു നാമമാണ് അച്യുതൻ അല്ലേ.
അച്യുതൻ എന്ന നാമത്തിന് വളരെ മനോഹരമായൊരു ഭാവാർത്ഥമുണ്ട്. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചവൻ, അതാണ് ച്യുതൻ. അപ്പം അച്യുതൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ദൈവിക സ്വഭാവത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്തവൻ എന്നും ഒരിക്കലും നശിക്കാത്തവൻ, അതായത് തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും മാറാത്തവൻ, അതിലും മനോഹരമായിട്ട് ഭക്തരെ ഒരിക്കലും കൈവിടാത്തവൻ, വാഗ്ദാനം ഒരിക്കലും ലംഘിക്കാത്തവൻ എന്നുള്ള മനോഹരമായ. അപ്പം അച്യുത എന്ന് വിളിക്കുമ്പോൾ എന്നെ ഒരിക്കലും കൈവിടാത്തവനേ എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നമ്മൾ ഭഗവാനെ സംബോധിപ്പിക്കുന്നത്, അല്ലേ? ശരണം പ്രാപിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത ഭഗവാനേ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ അച്യുത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹേ താമരക്കണ്ണനായ അച്യുത, ഇപ്പോൾ ഞാൻ ഏകാദശി വ്രതം അവസാനിപ്പിച്ച് ആഹാരം കഴിക്കുവാൻ പോകുന്നു. എങ്കിലും അങ്ങ് എനിക്ക് ശരണവും രക്ഷയും ആയിരിക്കണമേ എന്നാണ് ഇതിൻ്റെ ആന്തരിക അർത്ഥം. 8 തവണയാണ് നമ്മൾ പാരണ മന്ത്രം ചൊല്ലിയിട്ട് തുളസി തീർത്ഥം സേവിച്ച് ഭഗവാന് നിവേദിച്ച് തുളസി തീർത്ഥം, ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് പാരണ വീടുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ടും 8 തവണ പാരണമന്ത്രം ചൊല്ലി വ്രതം അവസാനിപ്പിക്കാം. നാരായണ സർവം കൃഷ്ണാർപ്പിതമസ്തു.